അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റഹ്മുർ-റഹീമായ റബ്ബ് നമ്മുടെ എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിക്കട്ടെ. ഈമാനികമായ മുന്നേറ്റം അസ്ഹാബുൽ ബദരീങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്. ഈമാൻ, വിശ്വാസം നമ്മൾ ദൃഢപ്പെടുത്തുകയും അല്ലാഹുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ച് മഹാന്മാരായ സ്വഹാബുൽ ബദരീങ്ങളുടെ കൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റണം. അതിന് ഓരോ ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും നമ്മൾ അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ ഓർക്കണം. അവരുടെ സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അസ്ഹാബുൽ ബദരീങ്ങളുടെ പോരിഷകൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി അല്ലാഹു തആല ബദരീങ്ങളുടെ പോരിഷകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ലോകത്ത് തുല്യതയില്ലാത്തൊരു സമരമായിരുന്നു ബദർ യുദ്ധം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ധാരാളമായി ബദരീങ്ങളുടെ മഹത്വം പുകഴ്ത്തി പറഞ്ഞു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വം എടുത്തു പറഞ്ഞു. അസ്ഹാബുൽ ബദരീങ്ങളെ സന്തോഷിപ്പിക്കുക, അവരുടെ മഹത്വങ്ങൾ പറയുക, അവരുടെ വരദാനങ്ങൾ പറയുക, പാടുക, ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഈമാനിക വർദ്ധനവിന് ആവശ്യമാണ്. ഒരു ദിവസം സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ വന്നിട്ട് മുസ്തഫ നബി തങ്ങളോട് ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ ഹബീബേ, ബദരീങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു, അഫ്ളലു മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ടോപ്പ് സ്ഥാനം അലങ്കരിക്കുന്ന ആളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ പറഞ്ഞു, മുസ്തഫ നബിയെ, ബദരീങ്ങൾ പങ്കെടുത്ത, ബദരീങ്ങളുടെ കൂട്ടത്തിൽ പങ്കെടുത്ത ബദരീങ്ങൾക്കും ബദരീങ്ങളായിരിക്കുന്ന മലായികത്തീങ്ങൾക്ക് മറ്റു മലക്കുകളെ അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പം പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു മജ്ലിസിലേക്ക് ബദരീങ്ങൾ കയറി വന്നാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പ്രത്യേകമായ റെസ്പെക്റ്റ് കൊടുത്തിരുന്നു. കാരണം ബദർ യുദ്ധവും അതുമായി ബന്ധപ്പെട്ടതെല്ലാം ത്യാഗങ്ങളാണ്. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് നമ്മുടെ കയ്യിലേക്ക് അസ്ഹാബുൽ ബദരീങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തരമായി ദീനുൽ ഇസ്ലാമിനെ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ത്യാഗങ്ങളുടെ മേൽ ത്യാഗമാണ്. ബദരീങ്ങളെ അനുസ്മരിക്കുക എന്നത് ഈമാനുള്ള ഏതൊരാൾക്കും നിർബന്ധമാണ്.